ഇത് ഞാനിപ്പോൾ പറയാൻ വേണ്ടി വന്നു വെച്ചാൽ ഒരു ജെൻഡർ ബേസിസിലായിട്ട് പോകും. അത് അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ട് പറയണതല്ല. ഇപ്പം ഒരു ചില സിറ്റുവേഷനും കാണുന്ന ഒരു കാര്യമാണ് പെൺകുട്ടികളെ ജോലിക്ക് ഇട്ടിട്ട് ആണുങ്ങൾ വീട്ടിലിരിക്കുന്ന സിറ്റുവേഷൻ. അതിനോട് അതായത് അതിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സത്യമായിട്ട് നമ്മൾ എതിർക്കേണ്ട ഒരു സിറ്റുവേഷനാണ്. കാരണം ഇപ്പം ഒരു എഡ്യൂക്കേറ്റഡ്, ഇപ്പം പെണ്ണുങ്ങളെല്ലാം മോസ്റ്റ് പ്രോബ്ലി എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആണ്. അതുകൊണ്ട് അവരെ ഡിപ്പെൻഡഡ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അതായത് എല്ലാവരും എന്ന് ഞാൻ ഒരിക്കലും പറയില്ല, ഒരു കുറച്ച് ശതമാനം ആൾക്കാർ അങ്ങനെ നോക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതായത് ഇപ്പം അത് ഒരു ഇടയ്ക്ക് നേരത്തെ തന്നെ കുറച്ചൊക്കെ കണ്ടിട്ടുണ്ട്. അതായത് കല്യാണം കഴിക്കുന്നോടം വരെ ആണുങ്ങൾ എല്ലായിടത്തും നിന്നൊക്കെ ജോലിക്കൊക്കെ പോയി ജോലിയൊക്കെ ആണെന്ന് കാണിക്കും. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വീട്ടിലിരിക്കും. പിന്നെ ഓൾറെഡി പെണ്ണ് വല്ല ജോലിയും ചെയ്യുന്നുണ്ടാകും, അതിന് ഡിപ്പെൻഡ് ചെയ്യും. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ പിന്നെ ആ ഫാമിലിയിൽ, അതായത് ഹസ്ബൻഡിന്റെ ഫാമിലിയിലുള്ള എല്ലാ ബാധ്യതകളും പെണ്ണിന്റെ തലയിലേക്കാവും. അപ്പം നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, അതായത് നമ്മുടെ സെൽഫ് റെസ്പെക്ട് എന്നുള്ള സംഭവം. ഹസ്ബൻഡ് ആണെങ്കിലും വൈഫാണെങ്കിലും നമ്മൾ ജോലിക്ക് പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് റെസ്പെക്ട് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ ഇപ്പം നിങ്ങൾ ആരും വീട്ടിൽ ചുമ്മാ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെസ്പെക്ട് ഉണ്ടാവാതിരിക്കത്തേ ഉള്ളൂ. ഇപ്പം വൈഫിന്റെ കീഴിലാണ് നമ്മൾ ആദ്യം തന്നെ ഈ എല്ലാ പെണ്ണുങ്ങളും എന്തുകൊണ്ടാണ് പഠിക്കാൻ ജോലിക്ക് പോകണമെന്ന് പറഞ്ഞാൽ നമ്മുടെ പേരൻസ്, നമ്മുടെ അമ്മ അച്ഛൻ്റെ അടുത്ത് നിന്ന് ഡിപ്പെൻഡഡ് ആയി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ അടുത്ത തലമുറകൾ ജോലിക്ക് പോകാനും പഠിക്കാനൊക്കെ തുടങ്ങി. ഇതേ സിറ്റുവേഷൻ ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ പോകാതിരിക്കുക. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, നിങ്ങളുടെ സെൽഫ് റെസ്പെക്ട് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ജോലിക്ക് പോകാതെ ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുമ്പോൾ ഒരു പരിധി കഴിയുമ്പോൾ നിങ്ങളെ അത് പറഞ്ഞു കാണിച്ചുകൊണ്ടിരിക്കും. നിങ്ങളുടെ റെസ്പെക്ട് നശിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ, അതായത് നിങ്ങൾ എന്ത് സ്വരൂക്കൂട്ടുന്നതിലാണ് നിങ്ങളുടെ റെസ്പെക്ട് നിൽക്കുന്നത്. അപ്പം ക്യാഷ് എന്നൊരു വലിയ സംഭവമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവമാണോ അല്ലെങ്കിൽ സംഭവമാണ്. അത് നമ്മുടെ റെസ്പെക്ട്, അതായത് ഞാൻ ഒരാളെ കീഴിൽ അവർ തരുന്നത് നോക്കി ഇരിക്കുക എന്നുണ്ടെങ്കിൽ ഇപ്പം പണ്ട് പെണ്ണുങ്ങൾ ജോലിക്ക് പോകാതിരിക്കാൻ വീട്ടിലെ ജോലിയൊക്കെ ചെയ്തിട്ടിരുന്നാലും നീ ഒരു പണിക്ക് പോകുന്നില്ലല്ലോ, നീ വീട്ടിലല്ലേ ഇരിക്കുന്നത്, നിനക്ക് ഇതെന്താ വെച്ചാൽ ജോലി, നിനക്ക് ഇതിന് മാത്രം എന്താ ചെലവ്. ദാറ്റ് മീൻസ് നമ്മുടെ റെസ്പെക്ട് കുറഞ്ഞു വരിക. അതായത് നമ്മൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്താണല്ലോ നിൽക്കുന്നത്. അപ്പം അത് പറഞ്ഞ പോലെ തന്നെയാണ് ഈ കാര്യവും. അപ്പം അതുകൊണ്ട് നമ്മൾ മാക്സിമം രണ്ടുപേരും ജോലിക്ക് പോകാൻ നോക്കുക. നമ്മുടെ റെസ്പെക്ട് നമ്മൾ കീപ്പ് ചെയ്യാൻ വേണ്ടി ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക. അത് പെണ്ണിനെ ആണെങ്കിലും പെണ്ണാണിനെ ആണെങ്കിലും.